ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് +1 മാത്തമാറ്റിക്സിലെ 3rd ചാപ്റ്ററായ ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആണ്. ട്രിഗണോമെട്രി എന്നുള്ള വാക്ക് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ കേട്ടിട്ടുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ ട്രിഗണോമെട്രി? ട്രിഗണോമെട്രി എന്നുള്ള വാക്ക് വന്നത് ഗ്രീക്ക് വേർഡ്സായ ട്രിഗൺ ആൻഡ് മെട്രോൺ എന്ന 2 വാക്കുകളിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്താണ്? മെഷറിങ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്നാണ്. ഈ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്ത് വന്നത് തന്നെ ട്രയാങ്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ജിയോമെട്രിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ യൂസ് എന്താണ്? പഴയ കാലങ്ങളിലൊക്കെ തന്നെ കപ്പിത്താന്മാരെ കപ്പൽ നങ്കൂരം ഇടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ലൈറ്റ് ഹൗസിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനൊക്കെ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സർവേയർമാർ ലാൻഡ് ഏരിയ ഒക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ വലിയ വലിയ കെട്ടിടങ്ങളുടെ ഉയരം കണക്കാക്കാൻ, അതുപോലെ കടലിലുണ്ടാകുന്ന വലിയ തിരമാലകളുടെ ഹൈറ്റൊക്കെ കണക്കാക്കാൻ, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ട്രിഗണോമെട്രി എന്ന ഈ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് യൂസ്ഫുള്ളാണ്. ഇത് പ്രധാനമായിട്ടും ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസ്, അതാണ് ഇവിടെ നമ്മൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവുക. ഇനി ഇവിടെ നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ട്രിഗണോമെട്രി റേഷ്യോസിനെ ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ആംഗിളിൻ്റെ ഡെഫിനിഷൻ തൊട്ടാണ് പഠിക്കുന്നത്. ആംഗിൾ എന്താണ്? ആ ഒരു ആംഗിളിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആൻ ആംഗിൾ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ റേ അബൌട്ട് ഇറ്റ്സ് ഇനീഷ്യൽ പോയിൻ്റ്. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇനീഷ്യൽ പോയിൻറ്റിന് അബൌട്ടായിട്ട് ഒരു റേയിനെ നമ്മൾ എത്രമാത്രം റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെഷർമെൻറ്റിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. റേ എന്ന് പറഞ്ഞാൽ രശ്മി അല്ലേ? ഇനീഷ്യൽ പോയിൻറ്റിന് അബൌട്ടായിട്ട് പ്ലെയിനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന മെഷർമെൻറ്റിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. ആ റേയിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനെ ഇനീഷ്യൽ സൈഡ് എന്ന് പറയും. നമ്മൾ എത്രമാത്രം അത് റൊട്ടേറ്റ് ചെയ്തോ, എവിടെയാണോ റൊട്ടേറ്റ് ചെയ്തിട്ട് എത്തിയിട്ടുള്ളത് അവിടെയുള്ള പൊസിഷനെ ടെർമിനൽ സൈഡ് എന്ന് പറയും. അപ്പോൾ ഇനീഷ്യൽ സൈഡ് സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്. എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അതിനെയാണ് ടെർമിനൽ സൈഡ് എന്ന് പറയുന്നത്. ഇനി ആംഗിൾ തന്നെ 2 രീതിയിലുണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് റേയിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും, അതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. 2 ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ഏത് പോയിൻറ്റിന് അബൌട്ടായിട്ടാണോ ആ പോയിൻറ്റിന് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയും. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അപ്പോൾ കിട്ടുന്ന ആംഗിൾ പോസിറ്റീവ് ആംഗിളായിട്ടാണ് കണക്കാക്കുക. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ ആ മെഷർമെൻറ്റ് നെഗറ്റീവ് ആംഗിളായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ആംഗിൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ക്ലോക്ക് വൈസ് ഡയറക്ഷനും. സോ ഇതാണ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ. ഇനി ആംഗിൾ 2 രീതിയിൽ അതിന് മെഷർമെൻറ്റ്സ് ഇവിടെ പഠിക്കുന്നുണ്ട്. ആംഗിളിൻ്റെ മെഷർമെൻറ്റ് 2 രീതിയിലുള്ള മെഷർമെൻറ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഡിഗ്രി മെഷറും രണ്ടാമത് റേഡിയൻ മെഷറും. ഒരു റേയിനെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ അബൌട്ടായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിച്ചാൽ, അതായത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തിയാൽ അത് നമ്മൾ 360 ഡിഗ്രി ആയിട്ടാണ് കണക്കാക്കുക. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് 360 ഡിഗ്രി. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 360ൻ്റെ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. 1/360th ഓഫ് എ റെവല്യൂഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ. നമ്മൾ ഇനീഷ്യൽ റേയിനെ
കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്താൽ 360 ഡിഗ്രി എന്ന് പറയും. അതിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു യൂണിറ്റ് 360ൻ്റെ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. 1 ഡിഗ്രി എന്നാൽ 1 എഴുതിയിട്ട് മുകളിൽ ഒരു ചെറുതായിട്ടൊരു 0 പോലെ എഴുതും. അതിനാണ് 1 ഡിഗ്രി എന്ന് വായിക്കുന്നത്. ഇനി 1 ഡിഗ്രീനെ തന്നെ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് 60 മിനിറ്റ് ആയിട്ട്. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. അത് 60 എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു ഡാഷ് കൊടുത്താൽ മതി. 60 മിനിറ്റ്സ് എന്നാണ് വായിക്കുക. അതുപോലെ എ മിനിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 60 സെക്കൻഡ്സ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. 60 എന്ന് എഴുതിയിട്ട് ഡബിൾ ഡാഷ് കൊടുത്താൽ മതി. 60 സെക്കൻഡ്സ് എന്നാണ് വായിക്കുക. അപ്പോൾ ഒരു ഡിഗ്രി 60 മിനിറ്റായിട്ടും 1 മിനിറ്റിന് 60 സെക്കൻഡ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഡിഗ്രി മെഷറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റേഡിയൻ മെഷർ, അത് നമ്മൾ സാധാരണ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് റേഡിയൻ മെഷറിൽ പറയാം. അപ്പോൾ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ, 1 റേഡിയൻ്റെ ഡെഫിനിഷൻ, ഒരു യൂണിറ്റ് സർക്കിൾ എടുത്താൽ, യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. യൂണിറ്റ് സർക്കിൾ എടുത്താൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ യൂണിറ്റ് ആർക്ക് ലെങ്ത് ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണോ അതിനെയാണ് 1 റേഡിയൻ എന്ന് പറയുന്നത്. യൂണിറ്റ് സർക്കിളിൽ യൂണിറ്റ് ആർക്ക് ലെങ്ത്, യൂണിറ്റ് ആർക്ക് ലെങ്ത് പറഞ്ഞാൽ ആർക്ക് ലെങ്ത്തും 1 തന്നെ, റേഡിയസും 1 തന്നെ, ആർക്ക് ലെങ്ത്തും 1 തന്നെ. അങ്ങനെ ആകുമ്പോൾ ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ 1 റേഡിയൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 1 റേഡിയൻ. യൂണിറ്റ് സർക്കിൾ എടുക്കാൻ കാരണം നമ്മൾ എല്ലാറ്റിനും നമ്മളിവിടെ യൂണിറ്റ് സർക്കിളാണ് എടുക്കുന്നത്. യൂണിറ്റ് സർക്കിൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് യൂണിറ്റ് സർക്കിൾ എടുക്കുന്നത്, റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1 റേഡിയൻ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററിൽ 6 റേഡിയസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ സെൻറ്ററിൽ അതേ യൂണിറ്റുള്ള ആർക്ക് ലെങ്ത് ഫോം ചെയ്യുന്ന ആംഗിൾ, അതിനെയും നമുക്ക് 1 റേഡിയൻ എന്ന് പറയാൻ പറ്റും. അതേ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ യൂണിറ്റ് എത്രയാണ്? ഇപ്പോൾ റേഡിയസ് 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അത്ര യൂണിറ്റ് തന്നെയുള്ള ആർക്ക് ലെങ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സർക്കിളിൻ്റെ ഒരു ആർക്ക് ലെങ്ത് അതേ യൂണിറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആർക്ക് ലെങ്ത് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, അതാണ് 1 റേഡിയൻ എന്നും പറയാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആർക്ക് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള കണക്ഷൻ അല്ലേ? ആർക്ക് ലെങ്ത്തും റേഡിയസും സെയിം ആകുമ്പോൾ 1 റേഡിയനാണ് ആംഗിൾ വരുന്നത്, 1 റേഡിയനാണ് ആംഗിൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ റിലേഷൻ കിട്ടിയിട്ടുണ്ടാവും. ആംഗിളും ആർക്ക് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ അല്ലേ? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ, സാധാരണ തീറ്റയാണ് ആംഗിളിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. തീറ്റയാണെങ്കിൽ 6 ആണ് റേഡിയസ്, L ആണ് ആർക്ക് ലെങ്ത്ത്. ആർക്ക് ലെങ്ത്തിനെ L എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കാണാനുള്ള കണ്ടീഷനാണ് തീറ്റ ഈക്വൽ ടു L/R. തീറ്റ ഈസ് ഈക്വൽ ടു L/R എന്നുള്ളത്. അവിടെ Lഉം Rഉം ഈക്വൽ ആകുമ്പോഴാണത് 1 ആയി മാറുന്നത്, 1 റേഡിയൻ ആവുന്നത്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദി ഇനീഷ്യൽ സൈഡ്, ഇനീഷ്യൽ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്താൽ ആർക്ക് ലെങ്ത് എത്ര വരും? എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് എത്തിയാൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ അല്ലേ വരിക. അപ്പോൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2πr അല്ലേ വരിക. അപ്പോൾ L ഈക്വൽ ടു 2πr ആണെന്ന് വരിക. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താവും? 2πr ഡിവൈഡഡ് ബൈ R എന്ന് വരും. അതിൽ R ക്യാൻസൽ ചെയ്താൽ 2π റേഡിയൻ ആയിട്ടാണ് തീറ്റ കിട്ടുക. അപ്പോൾ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദി ഇനീഷ്യൽ സൈഡ് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു? 2π റേഡിയൻ ആംഗിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾക്ക് റേഡിയൻ മെഷർമെൻറ്റിന് ആയിട്ട് കണക്ട് ചെയ്തിട്ട് പറയാനുള്ളത്. അപ്പോൾ ഡിഗ്രി മെഷർമെൻറ്റും റേഡിയൻ മെഷർമെൻറ്റും തമ്മിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് രണ്ടും നമ്മളെ റിലേഷൻ എന്താണെന്ന് പറയാം, ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും. അപ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദി ഇനീഷ്യൽ സൈഡ്,
അത് ഡിഗ്രി മെഷറിൽ 360 ഡിഗ്രിയും റേഡിയൻ മെഷറിൽ 2π റേഡിയനുമാണ്. റേഡിയനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ ചെറുതായിട്ട് സി എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ 2π റേഡിയൻ എന്ന് പറയുമ്പോൾ 2π എന്ന് എഴുതിയിട്ട് മുകളിൽ അതിൻ്റെ മുകളിൽ സി എന്ന് എഴുതിയാൽ മതി. അത് 2π റേഡിയൻ എന്നാണ് വായിക്കുക. അപ്പോൾ ഒരു റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ ഡിഗ്രിയിൽ 360 ഡിഗ്രി 360 ഡിഗ്രി, റേഡിയനിൽ 2π റേഡിയനുമാണ്. സോ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π റേഡിയൻ എന്ന് പറയാം. അതാണ് അവ തമ്മിലുള്ള റിലേഷൻ. സോ നമുക്കത് 2 രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ 180 ഡിഗ്രി ഈക്വൽ ടു π റേഡിയൻ. സോ നമുക്കിത് വെച്ചിട്ട് 1 ഡിഗ്രി എത്ര റേഡിയനാണെന്ന് പറയാൻ പറ്റും? 180 ഡിഗ്രി π റേഡിയനാണ്. അപ്പോൾ 1 ഡിഗ്രിയോ π/180 റേഡിയനാണ് അല്ലേ? അതുപോലെ ഒരു റേഡിയൻ എത്ര ഡിഗ്രിയാണ്? 180/π ഡിഗ്രിയാണ്. അപ്പോൾ റേഡിയനെ ഡിഗ്രിയിലേക്കും ഡിഗ്രിയിലെ റേഡിയനിലേക്കും കൺവേർട്ട് ചെയ്യാൻ ഈ റിലേഷൻ യൂസ്ഫുൾ ആണ്. സോ അതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇവിടെ അടുത്തതായി ചെയ്യുന്ന കാര്യം അതാണ്. ഡിഗ്രി തന്നിട്ട് അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം, പിന്നെ റേഡിയൻ തന്നിട്ട് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് എങ്ങനെ നോക്കാം? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ് അല്ലേ? അപ്പോൾ 25 ഡിഗ്രി എന്ന് പറയുമ്പോൾ 25 × π/180. അപ്പോൾ നമുക്ക് ചുരുക്കിയാൽ 5π/36 റേഡിയൻ എന്നാണ് കിട്ടുന്നത്. അതുപോലെ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 × π/180 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു π/6 റേഡിയൻ എന്നാണ് കിട്ടുന്നത്. അതുപോലെ 45 ഡിഗ്രി 45 × π/180 ചുരുക്കുമ്പോൾ π/4 റേഡിയൻ എന്ന് കിട്ടും. 270 ഡിഗ്രി 270 × π/180 ദാറ്റ്സ് ഈക്വൽ ടു 3π/2 റേഡിയൻ എന്ന് കിട്ടും. 520 ഡിഗ്രി 520 × π/180 ദാറ്റ്സ് ഈക്വൽ ടു 26π/9 റേഡിയൻ എന്ന് കിട്ടും. സോ ഇതാണ് ഡിഗ്രി തന്നാൽ റേഡിയനിലേക്ക് മാറ്റുന്ന രീതി. പിന്നെ 2 ക്വസ്റ്റ്യനും കൂടിയുണ്ട്. 40 ഡിഗ്രി 20 മിനിറ്റ്സ്. ഇവിടെ ഡിഗ്രിയും മിനിറ്റും തന്നിട്ടുണ്ട്. 40 ഡിഗ്രി 20 മിനിറ്റ്. ഇത്രയും കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 20 മിനിറ്റിനെയും കൂടി ഡിഗ്രി ആക്കുക. 20 മിനിറ്റ് പറഞ്ഞാൽ എത്രയാണ്? 1/3 ഡിഗ്രി അല്ലേ? 60 മിനിറ്റ് ആണല്ലോ 1 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റ് എന്തായിരിക്കും? 1/3 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 40 1/3 അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 121/3 ഡിഗ്രി എന്ന് കിട്ടും. അതിന് നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ റേഡിയനിലാക്കാൻ. അപ്പോൾ നമുക്ക് അതിൽ ചുരുക്കാൻ ഒന്നുമില്ല. നമുക്ക് ആൻസർ കിട്ടുക 121π/540 റേഡിയൻ എന്നാണ് കിട്ടുക. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ -47 ഡിഗ്രി 30 മിനിറ്റ്. നെഗറ്റീവ് അതുപോലെ തന്നെ എഴുതിയാൽ മതി. -47 ഡിഗ്രി 30 മിനിറ്റ് എന്നുള്ളത് ഡിഗ്രി ആക്കുമ്പോൾ എത്ര വരും? ഹാഫ് ഡിഗ്രി അല്ലേ? 60 മിനിറ്റ് ആണല്ലോ 1 ഡിഗ്രി. അപ്പോൾ 30 മിനിറ്റ് ഹാഫ് ഡിഗ്രി. അപ്പോൾ -47.5 അത് ഹാഫ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -95/2 ഡിഗ്രി എന്ന് വരും. അതിന് നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയൻ ആവും അല്ലേ? അപ്പോൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അത് ചുരുക്കിയിട്ടാകുമ്പോൾ നമുക്ക് -19π/72 റേഡിയൻ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിഗ്രി തന്നിട്ട് റേഡിയനിലാക്കാനാണ്. അപ്പോൾ ഡിഗ്രീനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ റേഡിയനിലേക്ക് മാറും. ഇത് നമ്മൾക്ക് ഇവിടെ ഞാനൊരു കോളം വരച്ച് കൊടുത്തിട്ടുണ്ട്. ചില സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ്. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്. ഈ സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6 റേഡിയനാണ്. 45 ഡിഗ്രി π/4 റേഡിയനാണ്. 60 ഡിഗ്രി π/3 ആണ്. 90 ഡിഗ്രി π/2. 180 ഡിഗ്രി പൈ റേഡാണ്. അതുപോലെ 270 ഡിഗ്രി 3π/2 റേഡിയനാണ്.
360 ഡിഗ്രി പറഞ്ഞാൽ 2π റേഡിയനാണ്. ഇത് നിങ്ങളെപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്, ഡിഗ്രി മെഷറും അതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷറും. സോ നെക്സ്റ്റ്, ഫൈൻഡ് ദി ഡിഗ്രി മെഷേഴ്സ് ഓഫ് ദി കറസ്പോണ്ടിങ് റേഡിയൻ മെഷേഴ്സ് ഓഫ് ഫോളോയിങ്സ്. റേഡിയൻ തന്നിട്ട് ഡിഗ്രിയിലേക്ക് മാറ്റാം അല്ലേ? നേരത്തെ നിങ്ങളെ ഡിഗ്രി തന്നിട്ട് റേഡിയൻ ആയിരുന്നു, ഇവിടെ റേഡിയൻ ആണ് തന്നത്. 5π/3 റേഡിയൻ. അപ്പോൾ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ 5π/3 റേഡിയൻ എന്ന് പറഞ്ഞാൽ 5π/3 × 180/π. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ പൈ ഒക്കെ ക്യാൻസൽ ചെയ്യാം അല്ലേ? ബാക്കി 3യും 180ൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 300 ഡിഗ്രി എന്നാണ്. അടുത്തത് 7π/6. 7π/6 റേഡിയൻ എന്ന് പറഞ്ഞാൽ 7 അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ 7π/6 × 180/π. ഇവിടെയും പൈ ക്യാൻസൽ ചെയ്തിട്ട് ചുരുക്കുമ്പോൾ 210 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് 6 റേഡിയൻ. 6 റേഡിയൻ ഈസ് ഈക്വൽ ടു 6 × 180/π ഡിഗ്രി. ഇവിടെ നമ്മൾക്ക് പൈ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൈയുടെ വാല്യൂ കൊടുക്കാം. പൈയുടെ വാല്യൂ എത്രയാണ്? 22/7 ആണ് അല്ലേ? അപ്പോൾ 22/7 കൊടുക്കുമ്പോൾ ആ 7 ന്യൂമറേറ്ററിലേക്ക് വരും. അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പറായിട്ടാണ് കിട്ടുന്നത്. 343.636 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പോയിൻ്റ് വരുന്നത് നിങ്ങൾ മിനിറ്റിലേക്കും പിന്നെയും പോയിൻ്റ് വരുമ്പോൾ അത് സെക്കൻഡിലേക്കും മാറ്റണം. അപ്പോൾ 343 ഡിഗ്രി, ബാക്കി 0.636 എന്നുള്ളത് അതിനെ നിങ്ങൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് മിനിറ്റായി മാറും. പിന്നെയും പോയിൻ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സെക്കൻഡായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ, കാരണം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണല്ലോ, അതുപോലെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണല്ലോ. അപ്പോൾ 0.636നെ നിങ്ങൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് മിനിറ്റ് എത്രയാണെന്ന് കിട്ടും. പിന്നെയും ഡെസിമൽ പ്ലേസസ് വരുമ്പോൾ അതിനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സെക്കൻഡിലേക്കും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടാം 343 ഡിഗ്രി 38 മിനിറ്റ് 10 സെക്കൻഡ്സ് എന്നാണ്. അടുത്തത് നോക്കാം, 11/16. ഇതും ഈ റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾക്ക് പൈയുടെ വാല്യൂ കൊടുക്കേണ്ടതുണ്ട്. പൈയുടെ വാല്യൂ 22/7 കൊടുക്കുമ്പോൾ 7 ന്യൂമറേറ്ററിലേക്ക് വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെയും ഡെസിമൽ പ്ലേസസ് ഉണ്ട്. 39.375 എന്നാണ്. അപ്പോൾ 39 ഡിഗ്രിയും ബാക്കിയുള്ളത് മിനിറ്റിലേക്കും സെക്കൻഡിലേക്കും വേണം. 0.375 അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22 മിനിറ്റ് എന്ന് കിട്ടും. പിന്നെയും ഡെസിമൽ പ്ലേസസ് ഉണ്ട്, അതിനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 സെക്കൻഡ്സ് എന്നും കിട്ടും. ഓക്കെ, സോ ഇതാണ് റേഡിയൻ തന്നാൽ ഡിഗ്രിയിലേക്ക് മാറ്റാനുള്ള കണ്ടീഷൻസ്. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ റിലേഷൻ ഉണ്ടല്ലോ, തീറ്റ എന്ന് പറയുന്ന ആംഗിളും എല്ലും ആറും, എൽ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത്, ആർ റേഡിയസ് അല്ലേ? അത് കണക്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഇൻ്റർസെപ്റ്റ്സ് ആൻ ആർക്ക് ലെങ്ത് 37.4 സെൻറ്റിമീറ്റർ. അതായത് നമ്മൾക്കിവിടെ സർക്കിളിൻ്റെ റേഡിയസ് കാണണം, ആർക്ക് ലെങ്ത് വന്നിട്ടുണ്ട് എന്താണ് 37.4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ റേഡിയസ് തന്നിട്ട് ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. റേഡിയസ് കാണണം. സർക്കിളിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ആർക്ക് ലെങ്ത് 37.4 സെൻറ്റിമീറ്റർ ആണ് തന്നത്. അപ്പോൾ നമുക്ക് റേഡിയസ് ആണ് കാണേണ്ടത് അല്ലേ? തീറ്റ 60 ഡിഗ്രിയാണ്, അത് റേഡിയനിലേക്ക് മാറ്റാം. സർക്കിൾ അല്ലേ, അതിലെപ്പോഴും നമ്മൾ റേഡിയനിലാണ് പറയുന്നത്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാണ്? 5/3 അല്ലേ റേഡിയൻ. അപ്പോൾ തീറ്റ ഈക്വൽ ടു L/R ആണ് റിലേഷൻ. സോ R ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? L/θ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു
37.4 ഡിവൈഡഡ് ബൈ π/3 അല്ലേ. അവിടെ 3 ന്യൂമറേറ്ററിലേക്ക് വരും. പിന്നെ നമ്മൾ പൈക്ക് 22/7 കൊടുക്കും. അപ്പോൾ 7 ന്യൂമറേറ്ററിലേക്ക് വരും. അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 35.7 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. അതാണ് റേഡിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വീൽ മേക്സ് 360 revolution in 1 minute. Through how many radians does it turn in 1 second? ഒരു വീല് 360 റവല്യൂഷൻ 1 മിനിറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര ടേൺ ചെയ്യുന്നു, എത്ര റേഡിയൻ ഉണ്ടാക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ 360 റവല്യൂഷനാണ്. അപ്പോൾ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 360/60 അല്ലേ. അപ്പോൾ ആൻസർ 6 റവല്യൂഷനാണ്. അപ്പോൾ 1 സെക്കൻഡിൽ 6 റവല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. 1 റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാണ്? 1 റവല്യൂഷൻ ഈക്വൽ ടു 2π റേഡിയനാണ്. അപ്പോൾ 6 റവല്യൂഷൻ എത്രയായിരിക്കും? 6 × 2π ദാറ്റ്സ് ഈക്വൽ ടു 12π. അപ്പോൾ വീല് 1 സെക്കൻഡിൽ 12π റേഡിയൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഫൈൻഡ് ദി ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ സബ്റ്റൻഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് radius 100 cm by an arc of length 22 cm. അപ്പോൾ ഇവിടെ ആംഗിളിൻ്റെ ഡിഗ്രി മെഷറാണ് കാണേണ്ടത്. റേഡിയസ് 100 സെൻറ്റിമീറ്റർ തന്നത്, L 22 സെൻറ്റിമീറ്റർ തന്നതിന്. സോ തീറ്റ ഈക്വൽ ടു L/R ദാറ്റ്സ് 22/100. അപ്പോൾ ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും റേഡിയനിലാണ് ഈ ആൻസർ. 22/100 എന്നുള്ളത് റേഡിയനിലുള്ള ആൻസറാണ്. അപ്പോൾ അതിനെ ഡിഗ്രിയിലാക്കാൻ എന്ത് ചെയ്യണം? റേഡിയനിലെ ഡിഗ്രിയിലാക്കാൻ എന്ത് ചെയ്യണം? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എന്നിട്ട് ആ പൈയുടെ വാല്യൂം കൊടുക്കാം. നമുക്ക് 22/7 എന്നുള്ള വാല്യൂം കൊടുക്കാം. എന്നിട്ട് അതിൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 12.6 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ആ 0.6 ഉള്ളത് മിനിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ 12 ഡിഗ്രിയും അതായത് 0.6നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 36 മിനിറ്റുമാണ് കിട്ടുന്നത്. 12 ഡിഗ്രി 36 മിനിറ്റ്സ്. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്. ദി മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഈസ് 1.5 സെൻറ്റിമീറ്റർ ലോങ്. ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ്? ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 1.5 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ 40 മിനിറ്റിൽ അത് എത്ര മൂവ് ചെയ്യുന്നു? മിനിറ്റ് സൂചി എത്ര മൂവ് ചെയ്യുന്നു 40 മിനിറ്റിൽ എന്നാണ് ചോദിക്കുന്നത്. മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർക്ക് ലെങ്ത് അല്ലേ ചോദിക്കുന്നത്. ആർക്ക് ലെങ്ത് ആണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ 60 മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുമല്ലോ അല്ലേ. 60 മിനിറ്റിലാണല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ 60 മിനിറ്റിലാണ് അത് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നത്? കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിളാണ്? 360 ഡിഗ്രി അല്ലേ. അപ്പോൾ 60 മിനിറ്റിൽ 360 ഡിഗ്രി ഉണ്ടാക്കുമ്പോൾ 1 മിനിറ്റിൽ എത്ര ഉണ്ടാക്കും? 360/60 അതായത് 6 ഡിഗ്രി. 1 മിനിറ്റിൽ അത് 6 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത് മിനിറ്റ് സൂചി. അപ്പോൾ 40 മിനിറ്റിൽ എത്ര ഉണ്ടാക്കും? 40 മിനിറ്റിൽ ഉള്ളതല്ലേ കാണേണ്ടത്. 40 മിനിറ്റിൽ എത്ര ഉണ്ടാക്കും? 40 × 6 അതായത് 240 ഡിഗ്രി. അത് നമ്മൾ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ 240 × π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 4π/3 റേഡിയൻ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ മിനിറ്റ് സൂചി 40 മിനിറ്റിൽ 4π/3 റേഡിയനാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. നമുക്ക് കാണേണ്ടത് അത് എത്ര ആണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് ആർക്ക് ലെങ്ത് ആണ് കാണേണ്ടത്. L = r⁻. അതായത് 1.5 ആണ് റേഡിയസ്. മിനിറ്റ് ഹാൻഡിൻ്റെ മിനിറ്റ് സൂചിയുടെ നീളമാണ് 1.5. അതാണല്ലോ അതിൻ്റെ റേഡിയസ് ആയിട്ട് വരിക. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ. അപ്പോൾ ആ മിനിറ്റ് സൂചിയുടെ നീളം അതിൻ്റെ ലെങ്ത്ത് അതാണ് റേഡിയസ് ആയിട്ട് വരിക അല്ലേ. അതാണ് 1.5. 1.5 × തീറ്റ എന്ന് പറഞ്ഞാൽ 4π/3. അപ്പോൾ ആൻസർ നമ്മൾക്ക് 2π സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുക. അതിൽ നമ്മൾ പൈയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പൈയുടെ വാല്യൂ 3.14 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തത്. പൈ 22/7 എന്നുള്ള വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ 3.14 എന്നുള്ള വാല്യൂ കൊടുക്കാമല്ലോ. ഇവിടെ 3.14 ആണ്
കൊടുത്തത്. അപ്പോൾ നമുക്ക് ആൻസർ 6.28 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ അതാണ് അത് മിനിറ്റ് സൂചി എത്രയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, പിന്നെ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ, ലെങ്ത് ഓഫ് എ കോഡ് ഈസ് 20 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി മൈനർ ആർക്ക് ഓഫ് ദി കോഡ്. 40 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിൻ്റെ കോഡ് ലെങ്ത് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി മൈനർ ആർക്ക് ഓഫ് ദി കോഡ് എന്നാണ് ചോദിക്കുന്നത്. ആ കോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്കിൻ്റെ ലെങ്ത്താണ് ചോദിക്കുന്നത്. അതിൻ്റെ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ 40 ആണെങ്കിൽ റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അവിടെയുള്ള ആർക്ക് ലെങ്ത്താണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് 20 ആണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോഡിൻ്റെ ലെങ്ത്തും 20 ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ആ ട്രയാങ്കിൾ എങ്ങനെയുള്ള ട്രയാങ്കിളാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു ഇവിടെ 60 ഡിഗ്രിയാണ്. അതായത് π/3 റേഡിയൻ ആണ്. നമുക്ക് കാണേണ്ടത് ആർക്ക് ലെങ്ത് L ആണ്. L ഈക്വൽ ടു ആർ തീറ്റ. അതായത് ആർ എന്ന് പറഞ്ഞാൽ 20 ആണ്, തീറ്റ π/3 ആണ്. അപ്പോൾ 20 π/3 എന്ന് കിട്ടും സെൻറ്റിമീറ്റർ. ആർക്ക് ലെങ്ത് ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പൈയുടെ വാല്യൂ ഒക്കെ കൊടുക്കാം. 20 π/3 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാലും മതി. നെക്സ്റ്റ്, ഇഫ് ഇൻ 2 സർക്കിൾസ് ആർക്ക് ഓഫ് സെയിം ലെങ്ത് സബ്റ്റൻഡ് ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി അറ്റ് ദി സെൻറ്റർ, ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദർ റേഡിയൈ. അതായത് 2 സർക്കിളിൽ ആർക്ക് ലെങ്ത് സെയിം ആയിട്ടുള്ള 2 ആർക്ക് എടുത്താൽ ആ ആർക്ക് ലെങ്ത്ത് ഉണ്ടാക്കുന്ന ആംഗിളാണ് 60 ഡിഗ്രിയും 75 ഡിഗ്രിയും. 2 സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത്ത് സെയിം ആണ്. 2 സർക്കിളിലും തുല്യ ആർക്ക് ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. അത് അവയുടെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് 60 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നത്. നമ്മൾക്ക് R1 R2 എന്ന് ഡിനോട്ട് ചെയ്യാം. റേഡിയസ് 2 സർക്കിളിൽ ആംഗിൾസ് θ1 θ2 എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ θ1 60 ഡിഗ്രിയാണ്, π/3 റേഡിയൻ. θ2 75 ഡിഗ്രിയാണ്, അത് റേഡിയനിലേക്ക് മാറ്റുമ്പോൾ 15 π/36 എന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ, റേഡിയനിലേക്ക് മാറ്റാൻ അറിയാലോ. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 π/36 എന്നാണ് 75 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ കിട്ടുന്നത്. ഇനി നമ്മൾക്ക് ആർക്ക് ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 സർക്കിളിലും L എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാം. L1 L2 എന്നൊന്നും ഡിനോട്ട് ചെയ്യേണ്ട കാര്യമില്ല. L ഈക്വൽ ടു R1 θ1 എന്നാണ് ഫസ്റ്റ് സർക്കിളിൽ. സെക്കൻഡ് സർക്കിളിൽ L ഈക്വൽ ടു R2 θ2. അപ്പോൾ 2 സെയിം ആണല്ലോ. അപ്പോൾ 2 തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് R1 θ1 ഈക്വൽ ടു R2 θ2. അത് ഡിവിഷനായിട്ട് എടുക്കുമ്പോൾ R1/R2 ഈക്വൽ ടു θ2/θ1 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 15 π/36 ഡിവൈഡഡ് ബൈ π/3 അല്ലേ. അതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് 15/12 എന്നാണ് കിട്ടുക. അത് ചുരുക്കിയാൽ 5/4 എന്ന് കിട്ടും. സോ R1/R2ൻ്റെ വാല്യൂ 5/4 ആണ്. നമുക്ക് റേഷ്യോ കാണാനല്ലേ പറഞ്ഞിന്. അതായത് R1:R2 ഈസ് ഈക്വൽ ടു 5:4 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. താങ്ക് യു.